ഹലോ ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഭയങ്കര മഴയാണ് ഗൈസ്. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തീർന്നിട്ടില്ല ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫ്രീ ഫയർ റോബ്ലോക്സ് ആണ് ഇട്ടേ, 2 വീഡിയോ വെച്ച് ഒരു വീഡിയോ. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഇന്ത്യൻ ടഫ് സ്റ്റോറിലേക്ക് വന്നേക്കണം ഗൈസ്. നമുക്ക് ഒരു കണ്ടൻറ്റ് കിട്ടി, അപ്പോൾ അത് ചെയ്യാൻ പോകണം. അപ്പോൾ കണ്ടൻറ്റിലേക്ക് പോകാം. 3, 2, 1 ഗോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഗൈസ് വിചാരിച്ചത്. നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോയാലോ എന്ന് പറയണം ഗൈസ്. വീട്ടിലേക്ക് വേണോ എങ്ങോട്ട് വേണം ഗൈസ്? നമുക്ക് ഗൈസ് നമ്മൾ ഗൈസ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഗൈസ്. എന്താ, നമ്മളെ ഒരു ഗ്യാങ്സ്റ്റർ വിളിച്ചായിരുന്നു. നമ്മുടെ കുട്ടപ്പായി ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട് ഗൈസ്. ആ ഗ്യാങ്ങിൽ ഒരാൾ വിളിച്ചിരിക്കുകയാണ്. അല്ല, ഡോൺ പറഞ്ഞ് അത് ഗ്യാങ്ങല്ല ഗൈസ്, ഒരു പോലീസ് ടീമിൻ്റെ പേരാണ്. അപ്പോൾ ആ പോലീസ് ടീമിൽ ഞാനിപ്പോൾ ഒരു പോലീസാണ് ഗൈസ്. അപ്പോൾ ആ പോലീസ് എന്തായാലും നോക്കാം. അതുകൊണ്ട് നമ്മളിന്നൊരു ഹൈജാക്ക് അടക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റത്തെ ട്രെയിനിങ് ആണിത്. ഇതും പാടൊന്നും എനിക്കറിയില്ല. നമുക്കെന്തായാലും 5 മണിയാകുമ്പോഴാണ് ഗൈസ് അങ്ങോട്ട് കയറണ്ടേ. എന്നാലും 5 മണിയാകുമ്പോൾ കയറാമെന്നായി ബേസിക്ക് കടാമെന്നാണ് പറയാൻ വന്നത് ഗൈസ്. ഇടയ്ക്ക് വെച്ചിട്ട് റെക്കോർഡൊന്ന് ഓഫായി പോയി, അതുകൊണ്ട് നമ്മളിപ്പോഴേക്കും ഇവിടംമാരെ എത്തിയായിരുന്നു ഗൈസ്. നമുക്കെന്തായാലും ഹൈജാക്ക് തുടങ്ങാം ഗൈസ്. ആദ്യത്തെ വിഷയമാണ് ഗൈസ്. ഇതിൽ നമ്മൾ പിന്നെ ഒരു സ്പെഷ്യൽ ഷൂ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ എവിടെ നിന്ന് ഇത്ര സ്പീഡ് പോകണ ട്രെയിനിൽ നിന്ന് താഴെ വീണാലും നമുക്കൊന്നും പറ്റില്ല ഗൈസ്. അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടായിരുന്നു, ഞാനത് ബൈ ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് വീണാലും നമുക്കൊന്നും പറ്റത്തൊന്നുമില്ല ഗൈസ്. നമുക്കെന്നാലും ഈ അറ്റത്ത് പോയി നിൽക്കാം ഗൈസ്. ഓക്കെ, ഒരു വാഷ് ഉണ്ട്. ഹലോ ബൈ കറോ, നീ വേഗം മിഷന് വേഗം പോവാനായിട്ട് പോ. ഞാനിപ്പോൾ കോള് കട്ട് ചെയ്യുക. ഓക്കെ ബൈ, വേഗം കോള് കട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, കോള് കട്ട് ചെയ്തിട്ടുണ്ട്. ബൈ പറഞ്ഞാൽ വേഗം മിഷൻ ചെയ്യാനാണ്. നമുക്ക് നല്ല അറ്റത്ത് തന്നെ പോയി നിൽക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വെപ്പൺസ് ഇത്രയൊക്കെ ഉണ്ട്. നമ്മളൊരു പിസ്റ്റലാണ് എടുത്തിട്ടുള്ളത് ഗൈസ്. ഈ പിസ്റ്റൽ വെച്ച് നമുക്ക് കുറച്ച് വെടിയൊക്കെ വെച്ചേക്കാം. അപ്പോൾ ആൾക്കാർ ഇതെല്ലാം ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്ററാണ്. അവരുടെ പ്ലാൻ എന്താണ്, ചീറ്റിപ്പോകുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കെന്തായാലും നോക്കാം. എന്തായാലും നമ്മുടെ ഗൈസ് നമുക്ക് കയറാറില്ല, നമ്മളിവിടെ വീണു ഗൈസ്. ആ മിഷനും അങ്ങനെ ഫെയിലായിട്ടായിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ചെയ്യാം ഗൈസ്. എന്തായാലും നമ്മൾ ഇത്ര നേരം സംസാരിച്ച് ഗൈസ്, നമുക്കൊരു പാട്ടിടാൻ നോക്കിയാലോ ഗൈസ്. എന്ത് പറയണ ഗൈസ്? പാട്ടിടണോ? വേണ്ടല്ലേ? വേണ്ട ഗൈസ്. ഗൈസ് ലിഫ്റ്റ് ചേട്ടാ, ഒരു ലിഫ്റ്റ് തരുമോ? ഓക്കെ ഗൈസ്, നമ്മളവൻ വണ്ടി നമ്മളെ കയറ്റിയിട്ടുണ്ട് അവൻ. എന്തായാലും അയ്യോ ഗൈസ്, ഇവൻ ഇങ്ങോട്ടേക്ക് പോണേ ഗൈസ്. ഇവൻ മാപ്പൊക്കെ ഈ വണ്ടിയിലുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അവനൊന്ന് എങ്ങോട്ടാ പോണേ? ഞാൻ കണ്ടില്ല ഗൈസ്. ചേട്ടാ എങ്ങോട്ടാ മാർക്ക് ചെയ്തത്? നീ പറഞ്ഞാൽ ശരിയാണല്ലോ, ഞാൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. നീ ഭയങ്കര ഗുഡ്. നീ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഇട്. കുറച്ച് പറപ്പിച്ചൊക്കെ പോടാ, ഞാൻ കുറച്ച് ഡ്രിഫ്റ്റൊക്കെ അടിക്കാം. എന്ത് പറയുന്നു? എന്നിട്ട് ഇവിടുത്തെ എങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് അടിക്കാനൊന്നും ഇവർ അറിയില്ലായിരിക്കില്ലേ? എനിക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ അറിയില്ലേ? ഞാൻ എന്നെ കളിയാക്കണമെങ്കിൽ നീ എനിക്ക് ഫ്രീ ആയിട്ട് ആ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടാക്കണം. അല്ല പിന്നെ ഗൈസ്, നമ്മൾ വലിയൊരു പോലീസുകാരനാണ്, ഇവിടെ എങ്ങും അറിയില്ല ഗൈസ്. എനിക്കത് പീറ ചെറുക്കൻ.
ഒന്നും പറഞ്ഞില്ലടാ, ചെറിയൊരു ഇത്. ഓക്കെ ഗൈസ്, രഹസ്യമായിട്ട് ഞാൻ പറയാം. അവനാണെങ്കിൽ ഞാൻ അവനെ കൊല്ലാൻ പോണേ. 3, 2, 1 ഗോ ഗോ. ഗൈസ് അങ്ങനെ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. കുറച്ച് വൈഫാന്ന് വിചാരിച്ചത് ഗൈസ്. നമുക്ക് എന്നാലും ഒരു മാജിക് ചെയ്യാം. ഓം ഗ്രീം കുട്ടിച്ചാത്ത, ഞാൻ വേഗം ആ സെല്ലിനുള്ളിലേക്ക് ഗൈസ്. ഓക്കെ, നമ്മളായിട്ടുണ്ട് ഗൈസ്. നമ്മൾ സെല്ലിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മളെ യുവന്മാർ കൊന്നത് കൊണ്ടാണ് ഗൈസ്, നമ്മളിവരെ മിഷനിൽ ഫെയിലാക്കിയത് കൊണ്ടാണ് ഗൈസ് ഞാൻ ഈ സെല്ലിലേക്ക് പോയിട്ട് ഇവരെല്ലാം കൊല്ലാൻ പോണത്. അത് നിങ്ങൾ അറിഞ്ഞോ? ഓക്കെ ഗൈസ്, വീഡിയോ കമൻറ്റ് നോക്കാം ഗൈസ്. ഇതെന്താണ് ഗൈസ് വീഡിയോ കമൻറ്റില്ല ഗൈസ്, ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. ഓക്കെ ഗൈസ്, ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്, അവനൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് ഇനി അവന് വെടി വെച്ച് നമ്മുടെ സെല്ലിലേക്ക് വരുത്താം. ഓക്കെ ഗൈസ്, അയ്യോ ഗൈസ് സെല്ലടിച്ചിട്ടുണ്ട്. ഓക്കെ നോക്കാം അവൻ്റെ ഉള്ളിൽ കയറണം. അതൊന്ന് ഗൈസ്, ഇവൻ പണ്ടത്തെ മാജീഷ്യനാണോ ഗൈസ്? സെല്ലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വല്ല മാസം കടിച്ച് ഇറക്കി വരും ഗൈസ്. നമ്മളവനെ പടപട വെടിവെച്ച് അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഒരു സ്നൈപ്പ് ചെയ്യാം, ഒരുത്തന്നെ വെടിയേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അയ്യോ ഗൈസ് അവനെ അടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇത് സെല്ലടച്ചിട്ടുണ്ട്, കൊല്ലാൻ പറ്റും നോക്കാം ഗൈസ്. നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവൻ കൊല്ലാൻ പറ്റും നോക്കാം ഗൈസ്. അളി കണ്ട ഗൈസ്, നമുക്ക് ഈ കാറിൻ്റെ ഉള്ളിൽ കയറി മാജിക്ക് ഉപയോഗിച്ച് നമ്മൾ പിന്നെ കാറിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവനെ ലോക്ക് ചെയ്യാൻ പറ്റും നോക്കാം ഗൈസ്. പക്ഷെ പണി പാളി ഗൈസ്. എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ അങ്ങ് പോലീസിൽ അടച്ചിരിക്കുകയാണ് ഗൈസ്. ഞാനും അതിൻ്റെ ഉള്ളിൽ കയറി അറിയാണ്ട്. നമുക്കിനി എല്ലാത്തിനെയും മടിയാക്കാം. നമുക്ക് ഇവനെ പടപടാ അയ്യോ സാറേ എന്നൊന്ന് വെറുതെ വിട്ടോടെ സാർ. ഓക്കെ ഗൈസ്, അവൻ നമ്മളെ അടിക്കുന്നൊക്കെ വലിയ കാര്യത്തിൽ പറയണ ഗൈസ്. അയ്യോ അടിക്കില്ലേ, ഞാനത് വീഡിയോ റെക്കോർഡ് ചെയ്തോട്ടെ. എന്താ ഇത്, നിന്നെ ഞാൻ അറിയണ്ട് ഗൈസ്. എല്ലാത്തിനും നമുക്ക് ഇങ്ങോട്ട് വിളിച്ചേക്ക്. എന്താ നിനക്ക് എന്താ? അവൻ്റെ കയ്യിൽ എന്ത് തോക്കണം തോന്നണം ഗൈസ്. എൻ്റെ സൈഡിൽ കൂടെ അല്ലേ വെടി പോയത്? ഞാനവൻ്റെ പോയി ഇങ്ങോട്ടേക്ക് സ്നൈപ്പ് ആവണേ ഗൈസ്. ഭൂമംഗം എവിടെ അവൻ? ഒന്നുകൂടെ സ്നാപ്പ് ചെയ്യാം, നോക്കട്ടെ. ഇവൻ എന്താണ് ഗൈസ്? അവൻ നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഹെഡ് ഷോട്ടല്ല, നെഞ്ച് ഷോട്ട് ഒന്നും പറയാം ഗൈസ്. അങ്ങനത്തെ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ കൊണ്ടായിട്ടുള്ള പിസ്റ്റൽ എടുത്ത് അങ്ങ് മറ്റേ തീർക്കാൻ പോകണം ഗൈസ്. അല്ല ഗൈസ്, നമ്മളെല്ലാത്തിനും തീർത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവൻ തീരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഇവൻ തീർക്കാം ഗൈസ്. അറിയാണ്ട് അവൻ കയറിയപ്പോൾ അവനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അന്നൊക്കെ പറ്റിച്ചാലോ ഗൈസ്, നമുക്ക് പുറകോട്ട് ഇറങ്ങാം. എനിക്ക് ക്ലൈവ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കയറി അടിച്ചേരാം. ഒരു പിസ്റ്റൽ ഉണ്ടെങ്കിൽ അവനിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിനുള്ളിൽ വടിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിനുള്ളിലേക്ക് കയറിയേക്കാം. ഓക്കെ ഗൈസ്, കാറിനുള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് വേഗം നമ്മുടെ വെളിയിൽ പോയേക്കാം. അല്ല ഗൈസ്, ഞാനെന്തോ കണ്ടായിരുന്നു ഗൈസ്, അവിടെ എന്തോ ഉള്ളതുപോലെ. നമുക്ക് വേഗം ഇറങ്ങാം ഗൈസ്. നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം. അവിടെ എന്തോ കാണാനുണ്ട് ഗൈസ്. ഓ ഗൈസ്, അവിടെ ഒരു പോലീസ് വണ്ടി കിടപ്പുണ്ടായിരുന്നു ഗൈസ്, ഞാൻ കണ്ടില്ലായിരുന്നു. എന്നാലും വേഗം പോലീസ് വണ്ടി എടുക്കാം. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം ഗൈസ്. നമ്മുടെ രാജുവിന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മോഡിഫൈ ചെയ്യാം. നമ്മുടെ ഒരു കൂട്ടറുണ്ട് രാഹുൽ, അവൻ്റെ കടയിലൊക്കെ ഗൈസ് പോണേ. അതെല്ലാം സൂപ്പറായിട്ട് മോഡിഫൈ ചെയ്ത് കൊടുക്കും. പക്ഷേ അവിടെ നമ്മൾ തന്നെയാണ് ഗൈസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലെ സെൽഫ് സർവീസ് എങ്ങനെയാണോ അതേപോലെ ഗൈസ്. നമ്മളങ്ങനെ നേരെ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്.
നമ്മളൊരു ബ്ലാക്ക് കളറൊക്കെയാണ് കൊടുത്തത്. സ്മോ കളറാണെങ്കിൽ ഒരു ഗ്രീനും കൊടുത്തു ഗൈസ്. ഞാൻ നൈട്രോ ഒന്നും ഫിറ്റ് ചെയ്തില്ല ഗൈസ്. ടയറൊക്കെ ഒന്ന് മാറ്റി, അത്രയും ഞാൻ മാറ്റുള്ളൂ ഗൈസ്. വേറെ അതിന് കൂടുതൽ ഞാൻ ചെയ്തില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലാം ഗൈസ്. എന്നിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ഗ്യാരേജ് ഫുള്ളാണെന്നാണ് ഗൈസ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലല്ല, നമ്മുടെ സ്വന്തം കിച്ചണിൽ തന്നെയാണ് ഗൈസ് വെച്ചത്. നമ്മുടെ തോക്കൊക്കെ എടുത്ത് പോകാം ഗൈസ്. നമ്മുടെ രാജവണ്ണൻ എവിടെ ഗൈസ്? ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊന്ന് ആ ജിമ്മിൽ പോയിട്ട് നോക്കിയിട്ട് വരും ഗൈസ്. രാജവണ്ണൻ മിക്കവാറും ജിമ്മ് എടുക്കാൻ പോകായിരിക്കും ഗൈസ്. നമുക്കൊന്ന് തുറന്നിട്ട് വരാം. ഓക്കെ ഗൈസ്, രാജവണ്ണൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. രാജവണ്ണൻ ഗൈസ്, എടാ രാജവണ്ണൻ, ഞാൻ എനിക്കൊണ്ടൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അങ്ങനെ സാടല്ലേടോ, നിനക്കൊരു പരിക്ക് പറ്റിയാലോ? എന്തൊക്കെയാണ് നീ ചെയ്യണേ? നീ എവിടെ പോയതിനടുത്ത് ആ പോലീസുകാര് വിളിച്ച് എന്നെയൊക്കെ വിളിച്ചാല് എന്ത് പറ്റിയതാണത്? അതൊക്കെ വിട് ഗൈസ്. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.